ഓക്കെ, അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ എലമെൻറ്റ്സ് ഓഫ് HTML ആണ്. അപ്പോൾ അതിൽ നമ്മൾ വേരിയസ് ടാഗ് ഏതൊക്കെയാണ് HTML പേജസ് ക്രിയേറ്റ് ചെയ്യുന്നതിന് യൂസ് ചെയ്യുന്ന ടാഗ് ഏതൊക്കെയാണ്, പിന്നെ അതിൻ്റെ ഓരോ ടാഗിനും ഡിഫറെൻ്റ് ആട്രിബ്യൂട്ട്സ് യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ ഒരു പേജിന് ഫോർമാറ്റിംഗ് കൊടുക്കുന്നതിന് വേണ്ടി ഡിഫറെൻ്റ് ആട്രിബ്യൂട്ട്സ് യൂസ് ചെയ്യുന്നുണ്ട്. അതേതൊക്കെയാണ് എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്തത്. ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നതൊക്കെ ഒരു പേജ് റിലേറ്റഡ് ആയിട്ടാണ്. ഒരു പേജിൽ വരുന്ന ഇമേജ് ആണെങ്കിൽ ഇമേജിന് എങ്ങനെയൊക്കെ ആട്രിബ്യൂട്ട്സ് കൊടുക്കാം, ഇമേജ് എങ്ങനെ ഇൻസേർട്ട് ചെയ്യാം, അതുപോലെ ടെക്സ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ടെക്സ്റ്റ് ഇൻസേർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, അതിന് വേരിയസ് ഫോർമാറ്റിംഗ്, ബോൾഡ് ചെയ്യാം, നമുക്ക് ഇറ്റാലിക് ഫോമിലാക്കാം, അതിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യാം ഓർ സ്മോളർ സൈസിൽ ഡിസ്പ്ലേ ചെയ്യാം. അങ്ങനെ നമുക്ക് വേണ്ട സൈസിൽ നമുക്ക് വേണ്ട ഫോണ്ട് ടൈപ്പിൽ ഇൻഫോർമേഷൻസ് എങ്ങനെയൊക്കെ നമുക്ക് പ്രസൻറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. നെക്സ്റ്റ് നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് HTML ലിസ്റ്റ് എങ്ങനെയൊക്കെയാണ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. നമുക്കിപ്പോൾ ഫോണിൽ നമ്മൾ പ്രസൻറ്റേഷൻ സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്യുന്ന സമയത്തും അല്ലെങ്കിൽ കമ്പ്യൂട്ടേഴ്സിലാണെങ്കിൽ MS വേർഡൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ലിസ്റ്റിംഗ് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. നമുക്ക് എന്ത് ചെയ്യാം, 1 2 3 അങ്ങനെ ന്യൂമറിക്കൽ നമ്പേഴ്സ് പ്രൊവൈഡ് ചെയ്യാം. അതല്ലെങ്കിൽ ലെറ്റേഴ്സ് യൂസ് ചെയ്തിട്ട് ABC എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ലിസ്റ്റ് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് നോർമൽ കേസിലാണെന്നുണ്ടെങ്കിൽ ബുള്ളറ്റ് മാർക്സ് വെച്ചിട്ടോ അല്ലെങ്കിൽ ടിക്ക് മാർക്സ് യൂസ് ചെയ്തുകൊണ്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഐറ്റംസ് ലിസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അപ്പോൾ അതുപോലെ നമ്മളൊരു HTML പേജ്, ഒരു വെബ് പേജ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കതിൽ ലിസ്റ്റ് വൈസ് ഐറ്റം ഇൻക്ലൂഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഏതൊക്കെ ഓപ്ഷൻസാണ് അവൈലബിൾ എന്നുള്ളതാണ് ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ HTML list are used to specify list of information and all the list must contain one or more list elements. ഓക്കെ, അപ്പം എത്ര നമ്മൾ സാധാരണ മിനിമം ഒരു 3 ഐറ്റം എങ്കിലും വരുമ്പോഴാണ് നമ്മൾ ഇതിനൊരു ലിസ്റ്റായിട്ട് പറയുന്നത്. പക്ഷെ ഇവിടെ റെസ്ട്രിക്ഷൻസ് ഇല്ല, നമുക്ക് 1 to എത്ര വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഐറ്റം ഇൻക്ലൂഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് HTML സപ്പോർട്ട് ചെയ്യുന്ന 3 ടൈപ്പ് ലിസ്റ്റാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പം 3 ഫസ്റ്റ് വൺ OL ആണ്, ഓർഡേർഡ് ലിസ്റ്റ് ഓർ നമ്പേർഡ് ലിസ്റ്റ്. നമ്മൾ സാധാരണ നമ്പർ അല്ലെങ്കിൽ ലെറ്റേഴ്സ് യൂസ് ചെയ്ത് ഡിനോട്ട് ചെയ്യുന്നതാണ് ഓർഡേർഡ് ലിസ്റ്റ് എന്ന് പറയുന്നത്. ഒരു സീരീസ് ഉണ്ടാക്കും, അതിനൊരു സീക്വൻസിൽ അല്ലെങ്കിൽ ഒരു ന്യൂമറിക്കൽ വേയിൽ നമുക്ക് പ്രസൻറ്റ് ചെയ്യാനുള്ള ഐറ്റം ആയിരിക്കും ഓർഡേർഡ് ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ദെൻ അൺഓർഡേർഡ് ലിസ്റ്റാണ്. ഇത് നമ്മുടെ പ്ലെയിൻ ബുള്ളറ്റ് മാർക്സ് യൂസ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ സ്ക്വയർ ഷേപ്പിലായിട്ടൊക്കെ ആയിട്ട് ബുള്ളറ്റ് മാർക്സ് ആണ് ഇവിടെ നമ്മൾ അൺഓർഡേർഡ് ലിസ്റ്റ് അല്ലെങ്കിൽ ബുള്ളറ്റഡ് ലിസ്റ്റിന് യൂസ് ചെയ്യുന്ന സൈൻ എന്ന് പറയുന്നത്. ദെൻ ലാസ്റ്റ് വൺ ഡിസ്ക്രിപ്ഷൻ ലിസ്റ്റാണ്. ഡിസ്ക്രിപ്ഷൻ ലിസ്റ്റ് ഓർ ഡെഫിനേഷൻ ലിസ്റ്റ്. ഇത് നമ്മളുടെ ഡിക്ഷണറി ഫോമാറ്റിലാണ് നമ്മൾ ഇവിടെ ഐറ്റം ഇൻക്ലൂഡ് ചെയ്യുന്നത്. അതായത് നമുക്ക് ഡിക്ഷണറിയിലൊക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മളുടെ വേർഡും ആൻഡ് അതിൻ്റെ മീനിങ്ങും ആയിട്ട് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കാണാൻ കഴിയും. ഇതുപോലെ നമുക്ക് ലിസ്റ്റ് ചെയ്യുന്നതിന് ഒരു വേർഡും ആൻഡ് അതിൻ്റെ ഡിസ്ക്രിപ്ഷനുമായിട്ട് നമുക്ക് ലിസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഡിസ്ക്രിപ്ഷൻ ലിസ്റ്റ് ഓർ ഡെഫിനേഷൻ ലിസ്റ്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതിൻ്റെ 3ൻ്റെയും കോഡാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. ഓർഡേർഡ് ലിസ്റ്റ് ആണെങ്കിൽ നമുക്ക് OL എന്നാണ് നമ്മൾ സ്റ്റാർട്ടിംഗ് ടാഗായിട്ട് കൊടുക്കുന്നത്. ദെൻ അൺഓർഡേർഡ് ആണെങ്കിൽ UL ആൻഡ് ഡിസ്ക്രിപ്ഷൻ ലിസ്റ്റ് ആണെങ്കിൽ DL. ഈ 3 ടാഗാണ് നമ്മൾ യൂസ് ചെയ്തിട്ട് HTML ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ HTML ഓർഡേർഡ് ലിസ്റ്റ് ഓർ നമ്പേർഡ് ലിസ്റ്റ്. അപ്പോൾ നെയിമിൽ തന്നെ ഡിനോട്ട് ചെയ്യുന്നുണ്ട്. ഓർഡേർഡ് സീരീസിലാണ് നമ്മളിവിടെ ലിസ്റ്റ് ഐറ്റംസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് ഡിസ്പ്ലേ ചെയ്യുന്നത്. ഓക്കെ, ഓൾ ദ ഐറ്റംസ് ആർ മാർക്ക്ഡ് വിത്ത് നമ്പേഴ്സ് ഓർ നമ്പേഴ്സ് തന്നെ ആണെന്നില്ല, ലെറ്റേഴ്സ് ആയിട്ട് നമുക്ക് ലിസ്റ്റ് ചെയ്യാൻ കഴിയും. ഓക്കെ, ABC എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ലിസ്റ്റ് ചെയ്യാം. ആൻഡ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഈ ഒരു ലിസ്റ്റ് ഓർഡേർഡ് ലിസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ടാഗ് OL ടാഗാണ്. ഓക്കെ, OL ടാഗിലാണ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് എൻഡ് വിത്ത് OL ക്ലോസിങ് ടാഗ്. ഒരു നമുക്കറിയാം OL ടാഗും ഇതൊരു പെയർഡ് ടാഗ് തന്നെയാണ്.
നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് ഈ ഒരു ടാഗ് എപ്പോഴാണോ നമ്മളുടെ ഈ ലിസ്റ്റ് ഐറ്റം ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞ് ക്ലോസ് ചെയ്യേണ്ടത്, അവിടെ നമുക്ക് ക്ലോസിംഗ് ടാഗായിട്ട് ക്ലോസിംഗ് ഓയിൽ ടാഗ്സ് ഓർഡർ ലിസ്റ്റ് ടാഗും കൂടെ ഇൻക്ലൂഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കംപ്ലീറ്റ് പാർട്ട് നമ്മൾ ഓയിൽ ടാഗ് പെയേഴ്സിനുള്ളിലാണ് കൊടുക്കുന്നത്. ദെൻ ഓരോ ഐറ്റം നമുക്ക് ലിസ്റ്റിലേക്ക് ഇൻക്ലൂഡ് ചെയ്യേണ്ട ഓരോ ഐറ്റം നമ്മൾ കൊടുക്കുന്നത് LI ടാഗ് യൂസ് ചെയ്തുകൊണ്ടാണ്. LI ടാഗും ഇതുപോലെ പെയർഡ് ടാഗാണ്. LI ടാഗ് ഓപ്പൺ ചെയ്ത് അതിനുള്ളിൽ നമ്മളുടെ എന്താണോ നമ്മൾ കൊടുക്കേണ്ട ക്യാരക്ടർ, എന്താണോ നമ്മളുടെ വേർഡ് എന്നുണ്ടെങ്കിൽ അത് കൊടുത്തതിന് ശേഷം LI ടാഗ് ക്ലോസ് ചെയ്യണം. ഓക്കെ, ഓരോ ലിസ്റ്റ് ഐറ്റം നമ്മൾ ഇൻക്ലൂഡ് ചെയ്തതിന് ശേഷം കംപ്ലീറ്റ് ഓയിൽ ടാഗ് നമ്മൾ ക്ലോസ് ചെയ്യുക. അപ്പോൾ നമ്മളുടെ ഒരു ഓർഡേർഡ് ലിസ്റ്റ് നമ്മൾ ഫോം ചെയ്യുന്നത്. ഇതിലെവിടെയെങ്കിലും നിങ്ങൾ ലിസ്റ്റ് ടാഗ് ക്ലോസ് ചെയ്യാൻ മറന്നു പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലിസ്റ്റ് എന്ന് പറയുന്നതിൽ ആ ഒരു ഐറ്റം ഡിസ്പ്ലേ ആയിട്ട് വരുന്നില്ല. ഓക്കെ, അപ്പം ഓയിൽ ടാഗ് ആൻഡ് LI ടാഗാണ് യൂസ് ചെയ്യുന്നത്. ഓർഡേർഡ് ലിസ്റ്റ് ആൻഡ് ലിസ്റ്റ് ടാഗ് LI ടാഗ് എന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്ന ഏത് ലിസ്റ്റിലും യൂസ് ചെയ്യുന്ന ഐറ്റമാണ് LI ടാഗ് എന്ന് പറയുന്നത്. ഓയിൽ ടാഗ് എന്ന് പറയുന്നത് ഓർഡേർഡ് ലിസ്റ്റിൻ്റെ ഓപ്പണിംഗ് ടാഗാണ്. ആൻഡ് ഇവിടെ നമുക്ക് ആട്രിബ്യൂട്ടായിട്ട് വരുന്നത് ഓയിൽ ടാഗിൻ്റെ ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത് ടൈപ്പ് ആട്രിബ്യൂട്ടാണ്. ഓയിൽ ടാഗ് സപ്പോർട്ട് ചെയ്യുന്ന ആട്രിബ്യൂട്ടാണ് ടൈപ്പ് ആട്രിബ്യൂട്ട്. ടൈപ്പായിട്ട് നമ്മൾ കൊടുക്കുന്നത് നമ്മളുടെ ഓയിൽ ടാഗിൽ ഏത് കൈൻഡ് ഓഫ് ഇൻഫോർമേഷൻ അല്ലെങ്കിൽ ഏത് ടൈപ്പിലാണ് നമുക്ക് ഡിസ്പ്ലേ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ടൈപ്പ് ആട്രിബ്യൂട്ടിൻ്റെ വാല്യൂ ആയിട്ട് നമ്മൾ കൊടുക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഓയിൽ ടൈപ്പിൽ സപ്പോർട്ട് ചെയ്യുന്ന 5 ഓപ്ഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, 5 വാല്യൂസാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇൻ കേസ് നിങ്ങൾ ഓയിൽ ടൈപ്പ് ഈസ് ഈക്വൽ ടു വാല്യൂ ആയിട്ട് 1 ആണ് കൊടുത്തതെങ്കിൽ നിങ്ങൾക്ക് കേസ് ന്യൂമറൽസ് എങ്ങനെയാണോ ഡിഫോൾട്ടായിട്ട് വരുന്നത് ഈ ഒരു 1 2 3 എന്നുള്ള ഫോർമാറ്റിലായിരിക്കും. അതായത് ടൈപ്പ് 1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1 2 3 എന്ന് പറഞ്ഞിട്ടാണ് ലിസ്റ്റ് ഐറ്റം നമ്പർ ചെയ്യുന്നത്. നിങ്ങൾ അതിന് പകരം ക്യാപിറ്റൽ I ആണ് കൊടുക്കുന്നതെങ്കിൽ അവിടെ നിങ്ങൾക്ക് റോമൻ കേസിൽ വരുന്ന അപ്പർ ന്യൂമറൽസ് യൂസ് ചെയ്തുകൊണ്ടാണ് ലിസ്റ്റ് ചെയ്യാൻ പറ്റുക. ആൻഡ് ഇൻ കേസ് സ്മോൾ I ആണ് നിങ്ങൾ വാല്യൂ ആയിട്ട് കൊടുക്കുന്നതെങ്കിൽ അതിന് സ്മോൾ റോമൻ ലെറ്റേഴ്സിലായിരിക്കും കൊടുക്കുന്നത്. ദെൻ ക്യാപിറ്റൽ ലെറ്റർ A ആണെങ്കിൽ ABC എന്ന് പറഞ്ഞിട്ടാണ് ലിസ്റ്റ് ചെയ്യുന്നത്. ദെൻ സ്മോൾ ലെറ്റർ ആണെങ്കിൽ സ്മോൾ ലെറ്റർ ABC. ഇത്രയും വാല്യൂസാണ് നിങ്ങളുടെ ടൈപ്പ് ആട്രിബ്യൂട്ടിന് കൊടുക്കാൻ പറ്റുന്ന വാല്യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഓയിൽ ടൈപ്പ് ആൻഡ് ഓയിൽ ടാഗ് ആൻഡ് LI ടാഗാണ് നമ്മൾ ഓർഡേർഡ് ലിസ്റ്റിന് യൂസ് ചെയ്യുന്നത്. അത് കൊടുത്ത് നമുക്ക് ആട്രിബ്യൂട്ടായിട്ട് കൊടുക്കാവുന്നത് ഓയിൽ ടാഗിൻ്റെ ആട്രിബ്യൂട്ടാണ് ടൈപ്പ് ആട്രിബ്യൂട്ട്. അതിന് 5 വാല്യൂസാണ് മാക്സിമം കൊടുക്കാവുന്നത്. ഡീഫോൾട്ടായിട്ട് വരുന്ന വാല്യൂ എന്ന് പറയുന്നത് നമ്പേഴ്സ് ആയിരിക്കും. 1 2 3 എന്നുള്ള നമ്പേഴ്സായിട്ടായിരിക്കും ഡീഫോൾട്ടായിട്ട് വരുന്നത്. ഒരു എക്സാമ്പിളായിട്ട് നോക്കുകയാണെങ്കിൽ നമ്മളിവിടെ എല്ലാ വാല്യൂസും വരുന്ന രീതിയിലുള്ള ഒരു സിംഗിൾ എക്സാമ്പിളാണ് കൊടുക്കുന്നത്. സാധാരണ നമ്മൾ ഓപ്പണിംഗ് ടാഗ് ആയിട്ട് കൊടുക്കുന്നത് ഡോക്യുമെൻറ്റ് ടൈപ്പാണ് ആൻഡ് HTML ഓപ്പൺ ചെയ്യുന്നു. ദെൻ ഹെഡ് ടൈറ്റിൽ പാർട്ട് കൊടുക്കുന്നതിന് വേണ്ടി ഹെഡ് പാർട്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം ടൈറ്റിൽ നമ്മൾ HTML ഓർഡേർഡ് ലിസ്റ്റ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഹെഡ് പോർഷൻ ക്ലോസ് ചെയ്യുന്നത് വരെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ദെൻ ബോഡി പാർട്ടിൽ നമ്മൾ കൊടുക്കുന്നത് ഓർഡേർഡ് ലിസ്റ്റാണ്. ഓക്കെ, ഓർഡേർഡ് ലിസ്റ്റിൽ നമ്മൾ ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഒരു ഹെഡിങ്, ലിസ്റ്റിന് ഹെഡിങ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ബോഡി പാർട്ടിന് താഴെയായിട്ട് ഒരു ബോൾഡ് ഫേസിലോ ഇറ്റാലിക് ഫേസിലോ ഒരു ഹെഡിങ് വേണമെങ്കിൽ പ്രൊവൈഡ് ചെയ്യാം. ഇവിടെ നമ്മൾ ലിസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള എക്സാമ്പിളാണ് നോക്കുന്നത്. OL ദെൻ ടൈപ്പ് ആട്രിബ്യൂട്ട് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് കൊടുത്തിട്ടുണ്ട്, അവിടെ ക്യാപിറ്റൽ ലെറ്റർ I ആണ് കൊടുത്തിട്ടുള്ളത്. ദെൻ ഓയിൽ ടാഗ് ക്ലോസ് ചെയ്യാം. ഓക്കെ, ഇതിനുള്ളിൽ നിങ്ങൾ എന്ത് കൊടുക്കുക, ഈ ഒരു ഓർഡേർഡ് ലിസ്റ്റിൽ എത്ര ഐറ്റം വരുന്നോ അത്രയും ഐറ്റം നിങ്ങൾ LI ടാഗ് യൂസ് ചെയ്ത് ഇൻക്ലൂഡ് ചെയ്യുക. ഓക്കെ, LI ടാഗ് എന്ന് പറയുന്നത് ഒരു പെയർഡ് ടാഗാണ്. LI ടാഗിൽ നമ്മൾ LI ഓപ്പൺ ചെയ്യുക. അതിനുള്ളിൽ നമ്മൾ ഫസ്റ്റ് ഓപ്ഷൻ BCom ആണ് കൊടുക്കുന്നത്. ദെൻ LI ടാഗ് ക്ലോസ് ചെയ്യുക. നെക്സ്റ്റ് LI ടാഗ് ഓപ്പൺ ചെയ്യുന്നു, BA കൊടുത്തു ആൻഡ് അത് ക്ലോസ് ചെയ്തു. ആൻഡ് ഒരു തേർഡ് ഓപ്ഷനും കൂടെ BSc കൊടുത്തിട്ടുണ്ട്. ഇത്രയും നിങ്ങൾ LI ലിസ്റ്റ് ഐറ്റം ഇൻക്ലൂഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓയിൽ ടാഗ് ക്ലോസ് ചെയ്യാം. ഓക്കെ, ഒരു ഫോർവേഡ് സ്ലാഷ് ഇട്ട് OL എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഓയിൽ ടാഗ് ക്ലോസ് ചെയ്യാം.
ഇതാണ് നിങ്ങളുടെ ഒരു ഓർഡേർഡ് ലിസ്റ്റിൻ്റെ ഫസ്റ്റ് കാറ്റഗറിയുടെ എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൻ്റെ നമ്മളുടെ ടൈപ്പ് ആട്രിബ്യൂട്ടിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്തുകൊണ്ട് ഓരോ സെറ്റ് നമ്മൾ കൊടുത്തതാണ് ഇവിടെ. ഓക്കെ, 5 വാല്യൂസും കൊടുത്തുകൊണ്ട് സെയിം എക്സാമ്പിൾ തന്നെ 5 വാല്യൂസും കൊടുത്തുകൊണ്ട് ഇവിടെ കൊടുത്തതാണ്. നമുക്ക് എങ്ങനെ എക്സാമ്പിളിൽ നമുക്ക് എങ്ങനെ അതിൻ്റെ ആൻസർ വരുന്നതെന്നുള്ളത് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് നോക്കുന്നതിനാണ് ഒറ്റ എക്സാമ്പിളായിട്ട് തന്നെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് വാല്യൂ ആയിട്ട് ക്യാപിറ്റൽ ലെറ്റർ I കൊടുത്ത സമയത്ത് നിങ്ങൾക്ക് ലിസ്റ്റ് ചെയ്ത് വരിക ഇതുപോലെ റോമൻ ഫേസിലായിട്ടായിരിക്കും വരുന്നത്. ഓക്കെ, ദെൻ നമ്മളുടെ നമ്പർ 1 ആണ് കൊടുത്തതെങ്കിൽ 1 2 3 എന്ന് പറഞ്ഞ് ലിസ്റ്റ് ചെയ്യും. ദെൻ സ്മോൾ I കൊടുത്തപ്പോൾ സ്മോൾ ലെറ്റർ ലോവർ കേസിലുള്ള റോമൻ ലെറ്റേഴ്സായിട്ടാണ് ലിസ്റ്റ് ചെയ്തത്. പിന്നെ ക്യാപിറ്റൽ ലെറ്റർ A ആൻഡ് സ്മോൾ ലെറ്റർ A. ഇങ്ങനെയാണ് നിങ്ങൾക്ക് എന്ത് വരിക, ലിസ്റ്റ് ഐറ്റത്തിൽ ഡിഫറെൻറ്റ് ടൈപ്പിൽ നിങ്ങൾക്ക് ലിസ്റ്റ് ചെയ്യാം. ഓർഡേർഡ് ഐറ്റം ലിസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് 5 വാല്യൂസ് ആയിരിക്കും. ഇതിൽ നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത് എന്താണ്, ഏത് ടാഗാണ് യൂസ് ചെയ്യുന്നത്, ഓപ്പണിംഗ് ടാഗ് ഏതാണ്, ആൻഡ് ലിസ്റ്റ് ഐറ്റം ഇൻക്ലൂഡ് ചെയ്യുന്ന ടാഗ് ഏതാണ്, അതിൻ്റെ ആട്രിബ്യൂട്ട് ഏതാണ്. ഇത്രയും കാര്യങ്ങൾ പഠിച്ചു വയ്ക്കുക. ദെൻ എക്സാമ്പിളും ഇതുപോലെ പഠിച്ചു വയ്ക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കേസ് ഓർഡേർഡ് ലിസ്റ്റാണ്. ഇനി അൺഓർഡേർഡ് ലിസ്റ്റ് ആണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ചെയ്യുക? ഓക്കെ, അൺഓർഡേർഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്നത് അവിടെ സാധാരണ നമുക്ക് നമ്പർ വൈസ് കാറ്റഗറൈസ് ചെയ്യേണ്ടാത്ത ഐറ്റംസ് ഉണ്ടാകും. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് ഇവിടെ സെയിം എക്സാമ്പിൾ തന്നെ എടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചില പോയിൻ്റ് വൈസ് നിങ്ങൾക്ക് ചില ടെക്സ്റ്റിൽ വരുന്ന പോയിൻറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് ജസ്റ്റ് പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, കണ്ടീഷൻസ്, ഒരു പ്രൊഡക്റ്റിൻ്റെ കേസാണ്, പ്രൊഡക്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള വെബ് പേജാണ് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിൽ നിങ്ങൾക്ക് സർട്ടൻ കണ്ടീഷൻസ് അറ്റാച്ച് ചെയ്യണം. ഓക്കെ, അപ്പോൾ കണ്ടീഷൻ നമ്മൾ പോയിൻ്റ് വൈസ് ആയിട്ടാണ് കൊടുക്കുന്നത്, സർട്ടൻ പ്രൊഡക്റ്റിൻ്റെ യൂസേജ് റിലേറ്റഡ് ആയിട്ട്. അപ്പോൾ കണ്ടീഷൻ എന്നൊക്കെ പറയുന്നത് നമ്മൾ അതിന് പ്രത്യേകിച്ച് സീരീസ് ഉണ്ടാവില്ല. ഓക്കെ, ഒരു പ്രീഡിറ്റർമിൻഡ് സീരീസിലായിരിക്കണം എന്നില്ല നമ്മളുടെ കണ്ടീഷൻസ് ഒക്കെ ഫോളോ ചെയ്യേണ്ടത്. അത് ഏതൊക്കെയാണ് നമുക്ക് ലിസ്റ്റ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ അത്തരത്തിൽ റിലേറ്റഡ് ഐറ്റമാണ് എന്നാൽ അതിനൊരു സ്പെഷ്യൽ ഓർഡർ ഓർ സീക്വൻസ് ഫോളോ ചെയ്യേണ്ടതില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അൺഓർഡേർഡ് ലിസ്റ്റ് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇവിടെ നമ്മൾ OL ടാഗിന് പകരം യൂസ് ചെയ്യുന്ന ടാഗാണ് UL, അൺഓർഡേർഡ് ലിസ്റ്റ് UL ടാഗ്. ഇതും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്തായിരിക്കും, ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ക്ലോസിങ് ടാഗ് വരും. നിങ്ങൾ ലിസ്റ്റ് പ്രിപ്പയർ ചെയ്തതിന് ശേഷം ഈ ഒരു UL ടാഗ് ക്ലോസ് ചെയ്യണം. ഓക്കെ, ഡീഫോൾട്ടായിട്ട് ഇതിന് നമുക്ക് ഇവിടെ നമുക്ക് ടൈപ്പ് ആട്രിബ്യൂട്ട് UL ടാഗിന് ടൈപ്പ് ആട്രിബ്യൂട്ട് ഉണ്ട്. ഇവിടെ നമുക്ക് ടൈപ്പ് ആട്രിബ്യൂട്ടിന് 3 വാല്യൂസാണ് വരുന്നത്. നമുക്ക് നേരത്തെ അവിടെ 5 വാല്യൂസാണ് ഓർഡേർഡ് ലിസ്റ്റിന് ഉണ്ടായിരുന്നത്. അൺഓർഡേർഡ് ലിസ്റ്റിൻ്റെ കേസിൽ 3 വാല്യൂസാണ് വരുന്നത്. അതായത് UL ടാഗ്, അതിൻ്റെ ടൈപ്പ് ആട്രിബ്യൂട്ടിൽ വരുന്ന വാല്യൂസ്, സ്ക്വയർ, ഡിസ്ക്, ദെൻ സർക്കിൾ. ഇങ്ങനെ 3 സൈനായിട്ടാണ് നമുക്ക് ലിസ്റ്റ് ഐറ്റം ലിസ്റ്റ് ചെയ്യാൻ കഴിയുന്നത്. ഓക്കെ, ഡീഫോൾട്ടായിട്ട് വരുന്നത് ഡിസ്ക് എന്നുള്ള വാല്യൂ ആയിരിക്കും. ഡിസ്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ കോമൺ ആയിട്ട് കാണുന്ന ബുള്ളറ്റ് മാർക്സ് തന്നെ. ഓക്കെ, അപ്പോൾ ഈ ഒരു ബുള്ളറ്റ് മാർക്സിൻ്റെ റൗണ്ട് ഷേപ്പിലുള്ള ബുള്ളറ്റ് മാർക്സ് ആയിരിക്കും ഡീഫോൾട്ടായിട്ട് വരിക. അതർവൈസ് നിങ്ങൾക്ക് സ്ക്വയർ ഓപ്ഷനും സർക്കിൾ ഓപ്ഷനും കൊടുക്കാം. അൺഓർഡേർഡ് ലിസ്റ്റ് എന്ന് പറയുന്നത് അപ്പം റിലേറ്റഡ് ഐറ്റം ആണ്, ബട്ട് ഇറ്റ് ഡസ് നോട്ട് കീപ്പ് എനി സ്പെഷ്യൽ ഓർഡർ ഓർ സീക്വൻസ്. ഇതിലും നമ്മൾ ലിസ്റ്റ് ഐറ്റം ഇൻക്ലൂഡ് ചെയ്യുന്നത് LI ടാഗ് യൂസ് ചെയ്തിട്ടാണ്. ഫോർ എക്സാമ്പിൾ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്ത് ചെയ്യാണ്, ഡോക്യുമെൻറ്റ് ടൈപ്പ് HTML ആണ്, ഹെഡ് പാർട്ട് വരെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്. ബോഡി പാർട്ടിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത് UL ടൈപ്പ് സ്ക്വയർ. ഫസ്റ്റ് നമ്മൾ സ്ക്വയർ കൊടുത്തിട്ടുണ്ട്, പിന്നെ ഓരോ ലിസ്റ്റ് ഐറ്റം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, ആൻഡ് അതിൻ്റെ UL ടാഗ് ക്ലോസ് ചെയ്യുക. ഇത് ക്ലോസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അതൊരു കോമൺ ലിസ്റ്റായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ല. ദെൻ നെക്സ്റ്റ് ഇതുപോലത്തെ സെറ്റ് ചെയ്തിട്ടുണ്ട്, 3 വാല്യൂസ് കൊടുത്തിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇങ്ങനെ നിങ്ങൾക്ക് ചെയ്താൽ ആൻസർ കിട്ടുന്നത് ഇതുപോലെ ആയിരിക്കും. സ്ക്വയർ ഓപ്ഷനാണ് നിങ്ങൾ കൊടുത്തതെങ്കിൽ അവിടെ നിങ്ങൾക്ക് ലിസ്റ്റ് ഐറ്റം ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് സ്ക്വയർ സൈൻ യൂസ് ചെയ്തിട്ടായിരിക്കും. ദെൻ ഡിസ്ക് ഓപ്ഷൻ ആണെങ്കിൽ അവിടെ നിങ്ങൾക്ക്
നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന ബുള്ളറ്റ് മാർക്സ് ആണ്. ദെൻ സർക്കിൾ ഓപ്ഷൻ ആണെങ്കിൽ ഇതുപോലെ സർക്കിൾ ആയിട്ട് നിങ്ങൾക്ക് ലിസ്റ്റ് ചെയ്യാൻ കഴിയും. ഓക്കെ, അപ്പോൾ ഇതാണ് അൺഓർഡേർഡ് ലിസ്റ്റ് എന്ന് പറയുന്നത്. ഇവിടെയും നമ്മൾ യൂസ് ചെയ്യുന്ന 2 ടാഗ്, ഒന്ന് UL ടാഗാണ്, ദെൻ LI ടാഗാണ്. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ലിസ്റ്റ് എന്ന് പറയുന്നത് ഡിസ്ക്രിപ്ഷൻ ലിസ്റ്റ് അല്ലെങ്കിൽ ഡെഫിനിഷൻ ലിസ്റ്റ്. ഓക്കെ, ഡിസ്ക്രിപ്ഷൻ ലിസ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞു, ഡിക്ഷണറിയിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് പോലത്തെ ലിസ്റ്റാണ് ഡിസ്ക്രിപ്ഷൻ ലിസ്റ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡെഫിനിഷൻ ലിസ്റ്റ്. നമുക്കൊരു ടേം ഉണ്ടാകും, അതിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു മീനിങ്ങും വരും. അത്തരത്തിലുള്ള ഒരു കോമ്പിനേഷനെയാണ് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ലിസ്റ്റിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ സാധാരണ ഡിക്ഷണറി അല്ലെങ്കിൽ ചില ടേംസ്, ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് ആണെങ്കിൽ ഒരു പ്രൊഡക്റ്റ് അതിൻ്റെ യൂസേജ് എന്താണ്, അങ്ങനെ ഡിഫറെൻറ്റ് കാറ്റഗറി ഓഫ് പ്രൊഡക്റ്റ് ഡീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഓരോ പ്രൊഡക്റ്റിൻ്റെ നെയിം, അതിൻ്റെ യൂസ് എന്താണ് അല്ലെങ്കിൽ വാല്യൂ എന്താണ് എന്ന് നിങ്ങൾക്ക് ലിസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിലൊക്കെ എന്ത് ചെയ്യാൻ, ഡിസ്ക്രിപ്ഷൻ ലിസ്റ്റ് അല്ലെങ്കിൽ ഡെഫിനിഷൻ ലിസ്റ്റ് യൂസ് ചെയ്യാൻ കഴിയും. Okay, HTML support a list style which is called definition list where entries are listed like a dictionary. Okay, ഇവിടെ നിങ്ങൾ യൂസ് ചെയ്യുന്ന ടാഗ് മറ്റ് 2 ടാഗിൽ ലിസ്റ്റിലുള്ളത് പോലെയല്ല, ഇവിടെ ഡിഫറെൻ്റ് ആണ്. ഇവിടെ നിങ്ങൾ സ്റ്റാർട്ടിംഗ് ടാഗ് നമ്മൾ UL അല്ലെങ്കിൽ OL ടാഗ് യൂസ് ചെയ്തതിന് പകരം ഇവിടെ നിങ്ങൾ യൂസ് ചെയ്യുന്ന ടാഗ് DL ആണ്. ഓക്കെ, ഓപ്പണിംഗ് ടാഗ് എന്ന് പറയുന്നത് ഡെഫിനിഷൻ ലിസ്റ്റ് അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ലിസ്റ്റിൻ്റെ DL ആണ്. കറസ്പോണ്ടിങ് ആയിട്ടൊരു ക്ലോസിംഗ് ടാഗ് ഉണ്ടായിരിക്കും. ആൻഡ് അതിനുശേഷം നിങ്ങൾ ലിസ്റ്റ് ഐറ്റം യൂസ് ചെയ്തിട്ടാണ് UL ആൻഡ് OL ടാഗിൽ ലിസ്റ്റ് ഐറ്റം ഇൻക്ലൂഡ് ചെയ്തിരുന്നത്, LI ടാഗ്. എന്നാൽ ഇവിടെ നിങ്ങൾ ഓരോ ഐറ്റം ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താ, സ്പെസിഫിക് ഐറ്റം മാത്രമല്ല ഉള്ളത്, ആ ഐറ്റത്തിന് റിലേറ്റഡ് ആയിട്ട് വരുന്ന മീനിങ് എന്താണ് അല്ലെങ്കിൽ വാല്യൂ എന്താണെന്ന് കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ നമ്മൾ 2 ടാഗാണ് ഓരോ ഐറ്റം ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് യൂസ് ചെയ്യുന്നത്. That is DT tag and DD tag. DT tag നമ്മൾ യൂസ് ചെയ്യുന്നത്, DT tag define the term name and the DD tag describe each item. നമ്മൾ ഓരോ ഐറ്റം ഇൻക്ലൂഡ് ചെയ്യുന്നത് DT tag യൂസ് ചെയ്തിട്ടാണ്. ആൻഡ് അതിന് നെക്സ്റ്റ് ആയിട്ട് നമ്മൾ കൊടുക്കുക DD ടാഗാണ്. അത് ആ ഒരു നെയിം എന്താണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്, എന്താണ് അതിൻ്റെ മീനിങ് എന്നുള്ളത് കൊടുക്കുന്നതിനാണ് DD ടാഗ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഓരോ DT ടാഗ് കൊടുക്കുന്നതിന് കൂടി നമ്മൾ നെക്സ്റ്റ് ആയിട്ട് DD ടാഗ് കൂടെ കൊടുക്കേണ്ടി വരും. ഇതും പെയർഡ് ടാഗാണ്, ക്ലോസിങ് പെയർ ഉണ്ടായിരിക്കും. എക്സാമ്പിളായിട്ട് നോക്കാം നമുക്ക്. ഇവിടെ ബോഡി പാർട്ടിൽ നമ്മൾ സാധാരണ പോലെ DL ടാഗ് ഓപ്പൺ ചെയ്തു, അതിനുശേഷം DT ടാഗ് ഓപ്പൺ ചെയ്ത് നമ്മളിവിടെ ഒരു ബോൾഡ് ഫേസ് കൊടുത്തിട്ടുണ്ട്. ബോൾഡ് ഫേസിൽ എന്ത് ചെയ്യുക, കൊടുത്തിരിക്കുന്ന ഇംഗ്ലീഷ് എന്നാണ് നമ്മളുടെ ടേം. ഇവിടെയുള്ള ടേം എന്ന് പറയുന്നത് ഇംഗ്ലീഷാണ്. ആൻഡ് DT ടാഗ് ക്ലോസ് ചെയ്യുക. നെക്സ്റ്റ് ആയിട്ട് നിങ്ങൾ കൊടുക്കേണ്ടത് DD ടാഗാണ്. നമ്മളിപ്പോൾ കൊടുത്തിരിക്കുന്ന DT ടാഗിലുള്ള നെയിമിൻ്റെ മീനിങ് എന്താണ് അല്ലെങ്കിൽ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ എന്താണെന്നുള്ളതാണ് DD ടാഗിലായിട്ട് കൊടുക്കേണ്ടത്. ദിസ് ഈസ് യൂണിവേഴ്സൽ ലാംഗ്വേജ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ 3 സെറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്, DT, DD ആൻഡ് നെക്സ്റ്റ് DT, DD. ആൻഡ് അത് കഴിഞ്ഞതിന് ശേഷം DL ടാഗ് ക്ലോസ് ചെയ്യാം. ഓക്കെ, ഇത്രയാണ് നിങ്ങൾ കൊടുക്കേണ്ടി വരിക. ഇപ്പോൾ നിങ്ങൾക്ക് വരുന്ന ആൻസർ എന്ന് പറയുന്നത് ഇതുപോലെയാണ് ഉണ്ടാവുക. ഇവിടെ നമ്മൾ എന്താ ചെയ്തിട്ടുള്ളത്, ടേം നമ്മൾ കൊടുക്കുന്നത് കുറച്ച് ബിഗ് സൈസിലായിരിക്കും ആൻഡ് കുറച്ചുകൂടെ ലോവർ സൈസിലായിരിക്കും അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നത്. ഓക്കെ, ബോൾഡ് ഫേസ് നമ്മൾ എൻ്റർ ചെയ്തതാണ്. ബോൾഡ് ആവണമെന്നില്ല, പക്ഷേ എന്തുണ്ടാകും, സൈസിൽ വരുന്ന ഡിഫറൻസസ് ഉണ്ടാകും. ഇവിടെ എങ്ങനെയാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്, ടേമിന് എന്താണോ കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ഡിസ്ക്രിപ്ഷൻ അത് ലിസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഇവിടെ വരുന്നത്. ഇവിടെ നമുക്ക് ബുള്ളറ്റ് മാർക്സ് അല്ലെങ്കിൽ നമ്പേർഡ് ആയിട്ടുള്ള സീരീസ് ഒന്നും ഉണ്ടാവില്ല. അതിന് പകരം നിങ്ങൾക്ക് ഈ ഒരു രീതിയിലായിരിക്കും ഡെഫിനിഷൻ ലിസ്റ്റ് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇങ്ങനെ 3 ടൈപ്പ് ലിസ്റ്റാണ് നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. ഓർഡേർഡ് ലിസ്റ്റ്, അൺഓർഡേർഡ് ലിസ്റ്റ് ആൻഡ് ഡെഫിനിഷൻ ഓർ ഡിസ്ക്രിപ്ഷൻ ലിസ്റ്റ്. ഓക്കെ.